Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafi'an wa amalan mutaqabbala, rizqan halalan tayyiban, quluban khashi'a. Allahu akbar kabira walhamdulillahi kathira. Subhanallahi bukratan wa asila. Assalamu alaikum wa rahmatullahi wa barakatuhu. My beloved sisters. إذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ടുഡേയ്സ് ടോപ്പിക് ശുക്റിന്റെ സുജൂദ് എന്നാണ് അല്ലേ. ശുക്ർ എന്നാൽ നന്ദി, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ധന്യവാദ് അല്ലെ. ഹിന്ദിയിൽ ധന്യവാദ് എന്നൊക്കെ പറയും. അപ്പൊ എല്ലാ സംഭവം ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്ന വിഷയം ശുക്റിന്റെ സുജൂദിന്റെ അതിന്റെ പ്രാധാന്യവും അതിന്റെ വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ശുക്ർ എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നന്ദി കാണിക്കുക എന്നാണ് ഇതിന്റെ മെയിൻ ഇന്റൻഷൻ. നമ്മൾ എന്തിനോടാണോ എന്ത് കാര്യത്തിനും അല്ലെ, നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആല നന്ദിയുള്ളവനാണ്. അള്ളാഹു നന്ദി കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശുക്റിന്റെ സുജൂദ് എന്നാൽ. സുജൂദ് എന്നാൽ നന്ദി, ശുക്ർ എന്നാൽ നന്ദി കാണിക്കുക എന്നാണ്. അത് ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിതവുമായി വളരെ പ്രധാനപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ലെറ്റസ് ഗെറ്റ് ടു ദ ടോപ്പിക്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഈ ശുക്റിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ വളരെ നീട്ടി പറഞ്ഞു പോയാൽ അത് ലേഖായി പോകും. അതിന് മാത്രമുണ്ട്. ഭൂമിയിൽ അള്ളാഹ്ക്ക് നന്ദി പറയാൻ പറ്റാത്തതായിട്ട് ഒരു ഇല പോലും ഇല്ല അല്ലെ. ഒരു ഇല പോലും, ഒരു ഇലന്റെ വിഷയം എടുത്താൽ അതിൽ പോലും നമുക്കുണ്ടല്ലേ. നമുക്ക് ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇല വേണം, ഭക്ഷണ സാധനങ്ങൾ കിട്ടണമെങ്കിൽ ചെടികൾ വേണം, മരങ്ങൾ വേണം, കൃഷി വേണം അല്ലെ, ഓക്സിജൻ വേണം. അങ്ങനെ ഒരു ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇലകളും മരങ്ങളും ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലെ. വായു ഇല്ലെങ്കിൽ നമ്മളില്ല, ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മളില്ല, കാറ്റില്ലെങ്കിൽ ഇല്ല, മഴ ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ ഈച്ച് ആൻഡ് എവരിതിങ് കാര്യങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. അതങ്ങനെ നീട്ടി പറഞ്ഞാൽ വിഷയം ലാഗായി പോവുകയും ചെയ്യും. ഇത് എങ്ങനെ നിസ്കരിക്കുന്നു എന്ന് ആലോചിച്ച് പെട്ടെന്ന് ഈ ലിങ്കിലൊന്ന് കയറിയിട്ട് മനസ്സിലാക്കാൻ വരുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവും. അത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ശുക്റിന്റെ സുജൂദിന്റെ എന്താ പറയാ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം അതിന്റെ ഫളായിലുകളും അതിന്റെ വിഷയത്തിലേക്കും കടക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആളുകളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അതായത് നിങ്ങൾക്കറിയാലോ, ഷോർട്സും റീൽസും ആണ് പോലും ഇങ്ങനെ കാണുന്നത്. അതായത് പണ്ടൊക്കെ കുറേ സമയം ഒരു സ്പീച്ച് കേട്ടിരുന്നു. ഇന്നിപ്പോ വലിയ വലിയ പണ്ഡിതന്മാര് വരെ, സൈക്കോളജിസ്റ്റുമാരും വലിയ വലിയ ഇസ്ലാമിക് സ്പീക്കേഴ്സ് ഒക്കെ തന്നെ അവരെ സ്പീച്ച് കുറച്ചിക്കണം. കാരണം ആളുകൾക്ക് തീരെ താല്പര്യമില്ല. കുറേ സമയം ഇരുന്ന് കേൾക്കാൻ ആളുകൾക്ക് നോ ഇൻട്രസ്റ്റ് അറ്റ് ഓൾ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞു കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാം, എപ്പോൾ ചെയ്യാം, എവിടെ വെച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അതിന് ശേഷം അതിന്റെ ഫളായിലുകളെ കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ പണ്ട് കൊണ്ടേ കുട്ടിക്കാലത്തെ നമുക്കറിയാം അല്ലെ, ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോ താങ്ക് യു ടീച്ചർ എന്ന് അറിയുന്നില്ലേ. അപ്പൊ നമുക്കറിയാം എന്ത് സംഗതി എന്ത് സംഗതി കഴിഞ്ഞാലും നമുക്കൊരു നന്ദി അർപ്പിക്കണം. അതിപ്പോ നമ്മുടെ മാത്രം ഇസ്ലാമിക ചര്യ മാത്രമല്ല, ഒരു ഭാരതീയ സംസ്കാരത്തിലും പെട്ടതാണ് അല്ലെ. നമ്മളെല്ലാരും കൂടെ എണീച്ചെന്ന് ഇരിക്കുന്നിടത്തു നിന്നൊക്കെ ഒന്ന് എണീച്ചെന്ന് ടീച്ചർക്കൊരു നന്ദി പറയില്ല. അതങ്ങനെ പ്രത്യേക ടോണിലല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയല്. നിങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ് റൂമിലേക്ക് നിങ്ങളൊക്കെ എത്തി കാണും ഇപ്പൊ മനസ്സിലെ. താങ്ക് യു ടീച്ചർ എന്നൊരു പാട്ട് പോലാണ് നമ്മൾ പാടാറ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങൾ, ആര് നമുക്ക് എന്ത് ചെയ്തു തന്നാലും, അള്ളാഹു ചെയ്തു തന്നാലും അള്ളാഹ്ക്ക് നന്ദി പറയണം. ദുനിയാവിലുള്ള ആരെങ്കിലും ചെയ്തു തന്നാൽ അവർക്കും നന്ദി കൊടുക്കണം അല്ലെ. ഇൻഷാ അല്ലാഹ്. ഇത് എത്ര സുജൂദ് വേണം, എങ്ങനെ ചെയ്യണം, വുളു വേണോ, പടിഞ്ഞാറോട്ട് തിരിയണോ, പ്രയർ ഡ്രസ് നിസ്കാരക്കുപ്പായം വേണോ, ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ എല്ലാരിലും ഉണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അതിന്റെ ഒക്കെ സംശയ നിവാരണമാണിത്. ശുക്റിന്റെ സുജൂദ് എന്ന് പറയുന്ന ഒരൊറ്റ സുജൂദാണ് കേട്ടോ. നമസ്കാരത്തിലെ പോലെ രണ്ട് സുജൂദുകളിലില്ല. അതേസമയം തിലാവത്തിന്റെ സുജൂദിനെ പോലെ അല്ല, സഹവിന്റെ സുജൂദ് പോലെ രണ്ട് സുജൂദ് അല്ല, ഒരൊറ്റ സുജൂദാണ്. ഒരു തവണ മാത്രം സുജൂദ് ചെയ്താൽ മതിയാവും.
അതിന്റെ സുജൂദിന്റെ ഒരു രൂപവും കോലവും എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുക. ചിലരുടെ വിചാരം അത് 2 റക്അത്ത് നമസ്കാരം, ചിലർ അതാണ് ശുക്ർ സ്വലാത്ത് എന്ന് പറയുന്നേക്കാം. ശുക്ർ നന്ദിക്ക് നമസ്കാരം, അങ്ങനെ ഒരു പ്രവാചക ചര്യ നമുക്കില്ല അല്ലെ. പ്രവാചകൻ എന്താണോ കാട്ടിത്തന്നത് അതാണ് അഹ്സൻ, ഏറ്റവും ഉത്തമം അല്ലെ. അപ്പൊ അതുപോലെ തന്നെ പ്രവർത്തിക്കലാണ് നമുക്ക് ഏറ്റവും നല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അള്ളാഹിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടായി കഴിയുകയോ ഷെർ നീങ്ങി കഴിയുകയോ ചെയ്താൽ അപ്പോഴൊക്കെ നിർവഹിക്കുന്ന ഒരു 2 റക്അത്ത് ഒരു സുജൂദാണ് ഈ ശുക്റിന്റെ സുജൂദ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമസ്കാരമല്ല. പിന്നെ ആക്ച്വലി ഇത് 2 റക്അത്ത് നമസ്കരിക്കേണ്ടതില്ല, ഓൺലി സുജൂദ് മാത്രം അല്ലേ. പിന്നെ ഇത് എപ്പോൾ ചെയ്യാം, അതായത് ഡു ഇറ്റ് ക്വിക്കിലി, ഡോണ്ട് പുട്ട് ഇറ്റ് ഓഫ്. വളരെ സമയം കഴിഞ്ഞിട്ട് മാറ്റി വെക്കരുത്. നിങ്ങൾ എപ്പോഴാണോ ശുക്റിന്റെ ഒരു നന്ദിയുള്ള കാര്യം, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ഹൈറായ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത്, ആ ഒരു സെക്കൻഡിൽ, ആ ഒരു മൊമെന്റിൽ നിങ്ങൾ ഈ സുജൂദ് നിർവഹിക്കണം. അതാണ് ഇടണോ, നിസ്കാരക്കുപ്പായ ഇടണോ, എല്ലാ അവയവങ്ങളും മറയ്ക്കണോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏത് കോലത്തിലാണോ ആ ഒരു വിഷയത്തിൽ, അതായത് സ്ലീവില് കൈ ഫുൾ സ്ലീവ് അല്ല, ഇനിയിപ്പോൾ ലേശം ഇറക്കം കുറഞ്ഞു പോയാലും തലയിൽ തട്ട വേണം കേട്ടോ. തട്ട സുജൂദിൽ ഒരു അദബാണല്ലോ, ഒരു തട്ട ഇടണം. പക്ഷെ മക്കനെയൊന്നും വേണമെന്നില്ല, ആ രീതിയിലൊക്കെ ചെയ്യാം അല്ലേ. പിന്നെ ശുക്റിന്റെ സുജൂദ് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരൊറ്റ സുജൂദാണ്. നിസ്കാരത്തിലെ പോലെ 2 എണ്ണം ഇല്ല. എന്നാൽ അത് നിസ്കാരത്തിലെ സുജൂദിനോടും തിലാവത്തിന്റെ സുജൂദിനോടും സമാനമാണ് അല്ലെ. സുജൂദ് എന്ന് പറയുന്നത് ഇപ്പൊ സുജൂദ് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണില്ല, ഒരാണുങ്ങൾ സുജൂദ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ശുക്റിന്റെ സുജൂദിന് പിന്നെ വരുന്ന സംശയം വുളു വേണ്ടേന്നാ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി, എന്തെങ്കിലും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത ഉണ്ടായാലോ, അല്ലെങ്കിൽ ഒരു ഷെർ നീങ്ങിന്ന് കേട്ടോ, അന്നേരം നമുക്ക് വുളു ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വുളു എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആവണമെന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ എന്താക്കണം, വുളു ഇല്ലെങ്കിലും ഈ സുജൂദ് നിർവഹിക്കാം. ജനാപത്തുകാരനാണെങ്കിലും ചെയ്യാം, ഹൈലുകാരനാണെങ്കിലും ചെയ്യാം, നിഫാസിന്റെ അവസ്ഥയിലുള്ള സ്ത്രീകൾക്കും ശുക്റിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. അപ്പം പല കാര്യത്തിലും നമുക്ക് ഹൈലു നിഫാസൊക്കെ ഉള്ളപ്പോൾ നിസ്കാരവും ഖുർആൻ പാരായണമൊന്നും പറ്റൂല എന്ന് പറയുന്നു. പക്ഷെ ഈ സുജൂദിന് അതൊരു വിഷയമില്ല, വുളു വിഷയമില്ല, നിസ്കാരം കുപ്പായ അതായത് പ്രയർ ഡ്രസ്സും നിർബന്ധമല്ല. കാരണം ഒരു സന്തോഷ വാർത്ത ലഭിക്കുമ്പോൾ ഉടനെ തന്നെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുവാനാണ് ഈ സുജൂദ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇതിന്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനോടുള്ള അള്ളാഹുവിന്റെ കരുണയാൽ വുളു എടുക്കുക, കുളിക്കുക, ഹൈലുൽ നിഫാസിൽ നിന്ന് ശുദ്ധിയാവുക, ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തീരും അല്ലെ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാ, മാഷാ അല്ലാ. അള്ളാഹു എത്ര കാരുണ്യാണ്, നിഅമൽ വക്കീൽ, നിഅമ റഹ്മാൻ അല്ലെ. അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അള്ളാഹ്ക്ക് അല്ലാണ്ട് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ലൈറ്റ് ആക്കാൻ വേറെ ഒരാൾക്കും പറ്റൂല അല്ലെ. പിന്നെ സംശയം പടിഞ്ഞാറോട്ട് തിരിയണോന്നാണ്. കിബില നിർബന്ധമില്ല, പക്ഷെ കിബില കിട്ടുമെങ്കിൽ അത് ഉത്തമമായിരിക്കും എന്ന് മാത്രം അല്ലെ. കിബില തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കാം. അതുപോലെ സുജൂദിലേക്ക് പോകുമ്പോഴും അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നുണ്ടോ, നിർബന്ധമില്ല. ചില മദ്ഹബിൽ അള്ളാഹു അക്ബർ ചൊല്ലാം എന്നും കൂടെ കണ്ടിരിക്കുന്നു. പിന്നെ സലാം വീട്ടേണ്ടതുണ്ടോ, അതായത് സലാം വേണ്ട, സ്വലാത്ത് വേണ്ട, തശഹുദ് വേണ്ട, തയ്യാത്തില് പോലത്തെ പിന്നെ തഹിയാത്ത് വേണ്ട, സ്വലാത്ത് ഉണ്ടല്ലോ അല്ലാഹുമ്മ സ്വല്ലി അലാ, അത് വേണ്ട, തശഹുദ് വേണ്ട, അതൊന്നും വേണ്ട. പ്രത്യേക ദുആകൾ എന്തെങ്കിലും വേണ്ട. ദുആകൾ എണീറ്റ് സലാം വീട്ടി കഴിഞ്ഞിട്ട് സലാം വീട്ടണ്ട, എണീറ്റാ മതി ട്ടോ. സലാം വേണ്ട, പിന്നെ സ്വലാത്ത് ചൊല്ല, തശഹുദിൽ ഇരിക്കേണ്ട. പിന്നെ പ്രത്യേക ദുആകൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ദിക്റും അതൊന്നും ഒന്നും ആവശ്യമില്ല. നേരിട്ട് സുജൂദിലേക്ക് പോകുകയും സുജൂദിൽ പറയുന്ന തസ്ബീഹുകളും ദുആകളും പറയുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തൊക്കെയാണ് സുബ്ഹാനല്ലാഹി വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി, അതിനെല്ലാറ്റിനേക്കാളും കൂലി കിട്ടുന്ന എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ അല്ലേ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ തംല ഉൽ മീസാൻ എന്നാ പറയുന്നത്, അള്ളാഹുവിന്റെ മീസാൻ നിറയ്ക്കുന്നത്ര നന്മ കിട്ടും. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ തംലാനി മാഫിസ് സമാവാത്തി മാഫിൽ അർളി അല്ലെ, ആകാശ ഭൂമികൾ നിറയ്ക്കും. അപ്പൊ അത് രണ്ടും അത് വളരെ എന്താ വെച്ചാൽ വെറുതെ നമ്മളൊരു
ഒരു ഒഴുക്ക് ഒരു എന്താ ഒഴുക്ക് രീതിയിലാവരുത്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ താഴ്ഭാഗത്ത് നമ്മുടെ വയറിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒന്നും കൂടെ ഒരു എന്താ പറയാ ഒരു തക്കവും ഈമാനും ഒക്കെ കൂടില്ല. അത്രയും സുജൂദ് കിടന്നിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് റബ്ബേ നിനക്കല്ലാണ്ട് എനിക്ക് ഈ ഒരു ഉപകാരം ചെയ്തു തരാൻ വേറെ ഒരാൾക്കും കഴിയൂല. ഞാൻ ഇതുവരെ അത് പൈസ ശരിയാവായിട്ട് ബേജാറായിരിക്കേന്. അല്ലെങ്കിൽ മോളുടെ ഡെലിവറിക്ക് തിയേറ്റർ കയറ്റിയിട്ടുണ്ട്, എങ്ങനെങ്കിലും ഒന്ന് ഡെലിവറി കഴിഞ്ഞാൽ മതി എന്ന് വിചാരിക്കും. അൽഹംദുലില്ലാഹ് നല്ലൊരു ആൺകുട്ടിനെയും തന്ന റബ്ബേ നിനക്കല്ലാണ്ട് സ്തുതി അർപ്പിക്കാനല്ല. അങ്ങനെ ആ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കുകളായിരിക്കണം അവിടെ. അതല്ലാണ്ട് നമ്മള് വെറുതെ ഒരു ഫോമിന് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിക്റോ അല്ല ഒരു പറയലാവരുത് അല്ലെ. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള. പിന്നെ വേറൊരു ദിക്റുണ്ട്, അത് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും സമി അല്ലാഹു ലിമൻ ഹമിദ കഴിഞ്ഞാലൊക്കെ നമ്മൾ പറയും റബ്ബനാ ലക്കൽ ഹംദു അല്ല റബ്ബനാ ലക്കൽ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ആ ഒരു ദിക്ർ ചെല്ലുമ്പോൾ മലക്കുകൾ അത് മത്സരം വെച്ച് ആകാശ ലോകത്ത് അള്ളാഹുലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. വേണമെങ്കിൽ അതും ചെല്ലാം അല്ലെ. റബ്ബനാ ലക്കൽ ഹംദു റബ്ബനാ ലക്കൽ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുവേ നിന്നെ കൊണ്ടല്ലാണ്ട് വേറെ ആർക്കും ചെയ്തു തരാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിലും അല്ലെ. അപ്പൊ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഞാൻ കാണാനിടയുണ്ടായി. ഒരു ലോറി ഡ്രൈവറാണ്, ഹെവി ട്രക്ക് ഡ്രൈവറാണ്. അയാൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അയാൾക്കെതിരെ ഒരു സ്കൂട്ടറോ എന്തോ ഒരു വാഹനം വന്ന് ആക്സിഡന്റ് ഉണ്ടാവാൻ പോയ ഒരു മുടിനാരിഴയ്ക്ക്, നമ്മൾ പറയില്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, ആ രീതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടപ്പോ അദ്ദേഹം ഉടനെ നിലത്തിറങ്ങി നിന്നിട്ട് ആ റോട്ടുമ്മ സുജൂദ് ചെയ്ത്. അപ്പൊ നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ സുജൂദ് ചെയ്യും. അപ്പൊ ഞാൻ വിചാരിക്കാം നമ്മളൊക്കെ തെക്കുവ അപ്പോൾ എവിടെ ഇരിക്കുന്ന ഒരു ലോറി ഡ്രൈവർ ഒരു കാര്യമാണ് ഇപ്പൊ അത്. അയാള് അപ്പം തന്നെ വണ്ടി നിർത്തി അവിടുന്ന് ഇറങ്ങിയിട്ട് സുജൂദ് ചെയ്ത ശേഷമാണ് വണ്ടി പിന്നെ സ്റ്റാർട്ടാക്കിയത്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് എവിടുന്നാണോ അനുഗ്രഹം കിട്ടിയ ആ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ചെയ്യണം അല്ലെ. അപ്പൊ ഈ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ളപ്പോ നമുക്ക് തെളിവ് വേണമല്ലോ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ടുള്ളത് ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പൊ ശുക്രിന്റെ സുജൂദിന്റെ പ്രാധാന്യവും മഹത്വവും നമുക്കറിയാം. ഒരു സന്തോഷ വാർത്ത ലഭിച്ചപ്പോൾ തന്നെ സുജൂദിൽ വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുജൂദ് ഒരുപാട് സമയം ദീർഘിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത് കണ്ടിട്ട് സഹാബാക്കൾ വിചാരിച്ചു പോയല്ലേ സല്ലല്ലാഹു മരിച്ചു പോയോ എന്ന് വിചാരിച്ച് അവരടുത്ത് ഇങ്ങനെ പോയി നിന്നല്ലോ, ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിച്ച്. അപ്പം അത്രയും സമയം. അപ്പൊ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുക, ശുക്രിന്റെ സുജൂദ് എത്ര സമയം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര സമയവും ആകാം അല്ലെ. ആ നന്ദി നമുക്ക് അള്ളാഹിനോട് നന്ദി അറിയിച്ച് കഴിയുന്നവരെ എത്ര സമയം വേണമെങ്കിലും നമസ്കരിക്കാം അല്ല സുജൂദ് ചെയ്യാന്ന്. അതായത് ഉദാഹരണമായിട്ട് അറിയാണ്, ഒരു പുതിയ അനുഗ്രഹം ലഭിച്ചു, അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു വാർത്ത ലഭിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ വിജയം, അല്ലെ ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു കാര്യം അല്ലെ. നമ്മളിപ്പോ വീട് സെയിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലരും വെക്കും അല്ലെ. അതുള്ള ആളുകളൊന്നും വന്നു നോക്കിയാലും വീട് സെയിലാവില്ല. അല്ലെങ്കിൽ തറവാടൊക്കെ വിൽക്കാൻ വെക്കുമ്പോൾ 100 കൂട്ടം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവൂലേ. അത് കിട്ടിയിട്ട് ചിലർക്ക് കുട്ടികളെ കല്യാണം കഴിക്കേണ്ടി വരും, ഉംറക്ക് അല്ലെങ്കിൽ ഹജ്ജിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ വീട് എടുക്കണം, അങ്ങനെ പല ആവശ്യങ്ങളുണ്ട്. പക്ഷെ വിചാരിച്ചപ്പോഴൊന്നും അത് നടക്കൂല. അപ്പൊ എന്താക്കണം, അങ്ങനത്തെ സമയങ്ങളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ ഇത് സംഭവം നടക്കുന്നത് അപ്പൊ നമുക്ക് ഈ ശുക്രിന്റെ സുജൂദ് നിർവഹിക്കാവുന്നതാണ്. അതിനൊരു ദുആയും ഉണ്ട് അല്ലെ. അല്ലാഹുമ്മ ജഅൽനി സബൂറ വജഅൽനി ഷക്കൂറ വജഅൽനി ഫി ഐനി സഗീറ ഫി ഐനി നാസി കബീറ. അതായത് അല്ലാഹുവേ നീ സബർ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. വജഅൽനി ഫി ഐനി, എന്റെ കണ്ണിൽ ഞാൻ വളരെ ചെറുതായിട്ടും ജനങ്ങളെ കണ്ണിൽ ഞാൻ ഒരു വലിയ ആളായിട്ടും അല്ലെങ്കിൽ മഹാനായിട്ടും അല്ലെങ്കിൽ കരീമായിട്ടും മാന്യനായിട്ടും നീ കരുതണം. അതൊരു നല്ല ദുആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക.
അപ്പം എന്തൊക്കെ കാര്യത്തിനാണ് ഈ സുജൂദ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഓർക്കാം അല്ലെ. അതായത് ഒരു പ്രത്യേക അനുഗ്രഹമോ സന്തോഷ വാർത്തയോ അല്ലെങ്കിൽ അതിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് സുജൂദ് ചെയ്യൽ. നമ്മളെപ്പോഴത്തിന് എന്താക്കൂലേ, പടക്കം പൊട്ടിക്കാൻ പോവും, ആർക്കെങ്കിലും ഹോട്ടലിൽ വിളിച്ചിട്ട് പാർട്ടി കൊടുക്കും. അതൊക്കെയാണ് നമ്മളെപ്പോഴത്തെ പരിപാടി അല്ലേ. ഒരു അൽഹംദുലില്ലാ പോലും വെറും വായോട് കൂടി പറയാനും കൂടി നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈവൻ നമ്മുടെ ഹസ്ബൻഡുമാർക്ക് തീരെ ഇല്ല അല്ലെ. നന്ദിയുടെ സുജൂദ് എന്ന് വിളിക്കുന്ന ഈ സുജൂദിലെ വസുജൂദുൻ യുഅദ്ദിഹിൽ അബ്ദുലില്ലാഹി സുബ്ഹാനഹു വതആല ശുക്രൻ ഇൻദ ഹുസൂലി ഖൈരിൻ ഔ നിഅമത്തിൻ ഔ ഇൻദ സവാലി നിഖമത്തിൻ ഔ ബലായിൻ. എന്തെങ്കിലും പ്രയാസം നീങ്ങി പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെറിൽ നിന്ന് രക്ഷപ്പെടുകയോ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെ പറയാവുന്നതാണ്. ഏതെങ്കിലും ഒരു വല്ലാത്ത രോഗം വന്ന്, ആ രോഗം എന്ന് പറയുന്നത് ഡോക്ടർ എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു പ്രത്യേക ഡോക്ടറെ അടുത്ത് എത്തി ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളെ മോനായിട്ടാ സൂക്കടമൊന്നുമല്ല, ഞാൻ വേറെ മരുന്ന് തരാം, അതങ്ങ് മാറിപ്പോകും, വലിയ പ്രശ്നമാക്കണ്ട, ഓപ്പറേഷൻ ഒന്നും വേണ്ടാന്ന് പറയുമ്പോൾ കേട്ട നിമിഷത്തിൽ നമ്മൾ ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഏതെങ്കിലും ഒരു അപകടത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഇപ്പൊ നമ്മൾ കുട്ടികളെ കൈയും കുടിച്ച് എവിടെങ്കിലുമൊക്കെ പോവാ, പെട്ടെന്ന് കുട്ടിയൊക്കെ ഉണ്ട് ഒരു കൈവിട്ടോടലും ഒക്കെ അല്ലെ, ബീച്ച് പോയാലും അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്തിയാലും റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ചില കുട്ടികൾ പിടിച്ചാ പിടുത്തത്തിൽ നിൽക്കൂല. അപ്പൊ അങ്ങനത്തെ ഒന്നാമത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ബസ്സിലൊന്നും സഞ്ചരിച്ചിട്ടുള്ള ശീലമില്ല, റോട്ടുമ്മ കയറിയിട്ടും ശീലമില്ല, ഡോർ ടു ഡോർ കാർ ടു ഡോർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിലുള്ള എക്സ്പീരിയൻസ് കുറയും. അപ്പൊ അങ്ങനൊക്കെ പോകുമ്പോ പെട്ടെന്ന് ബസ്സേറ്റ ബ്രേക്ക് ഇട്ട് കുട്ടി രക്ഷപ്പെട്ടാൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ റോഡാണെന്നൊന്നും നോക്കാണ്ട് സുജൂദ് ചെയ്യാം. പിന്നെ വലിയ പ്രയാസം എന്തെങ്കിലും ഉണ്ട്, ആ പ്രയാസം അവസാനിച്ചു അല്ലെ, എന്തെങ്കിലുമൊക്കെ ഡിവോഴ്സി പ്രോബ്ലങ്ങളൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അത് നീങ്ങിപ്പോയാലും അല്ലെ, എന്തെങ്കിലും ഫിത്നയോ ദുരിതമോ നീങ്ങിപ്പോയാലും, അല്ലെങ്കിൽ വളരെ കാലങ്ങളായിട്ട് നമ്മളായിട്ട് പിണങ്ങി നടക്കുന്നല്ലോ, നമ്മൾ എത്ര പ്രാവശ്യം അവരോട് മിണ്ടാൻ നോക്കിയിട്ട് പോലും മിണ്ടുന്നില്ല അല്ലെ, നമ്മൾ കല്യാണം വിളിച്ചിട്ട് അവർ വരുന്നില്ല, പക്ഷെ അവർക്കായിട്ട് തോന്നിയിട്ട് ഒരിക്കലും ഓല എന്തോ ഒരു കാര്യത്തിന് വീട്ടിൽ വന്നാൽ അന്നേരവും നമുക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യാം അല്ലെ. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ദുരിതം നീങ്ങുമ്പോഴും ദുരിതം നീങ്ങുന്നതും വലിയൊരു നിഅമത്താണ് എന്ന് വേണം പറയാൻ അല്ലെ. ചില ദുരിതങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടാവും, എത്രയോ രാത്രി കരഞ്ഞു തോരുന്നിട്ടുണ്ടാവും, പക്ഷെ അതിനൊരു ഖൈറ് വന്നപ്പോ നമുക്ക് അള്ളാഹുവിനെ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമായിട്ട് ശുക്രിന്റെ സുജൂദ് നിർവഹിക്കാവുന്നതൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞതല്ല. എന്നാലും ആൾക്കാർ ചോദിക്കും, അപ്പൊ എന്തൊക്കെ സന്ദർഭത്തിലാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു മറുപടി എന്നോണം അങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് മാത്രം പറഞ്ഞു തന്നാട്ടോ. അതായത് ഒന്നുകൂടെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഉംറക്ക് പോകാൻ എന്തെങ്കിലുമൊക്കെ ഒരു സാങ്ഷൻ, നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഉംറക്ക് പോകാൻ, അപ്പൊ ആരെങ്കിലും ബന്ധുക്കളോടൊപ്പം നമുക്കൊരു മഹറത്തിനെ കിട്ടി ഒന്ന് പോകാന്ന് വിചാരിച്ച് അന്നേരം, അല്ലെങ്കിൽ ഹജ്ജിന് ഗവൺമെന്റ് നിന്ന് സെലക്ഷൻ കിട്ടിയാൽ അല്ലേ, അപ്പം പോകാന്ന് വിചാരിച്ച് 2-3 കൊല്ലം കിട്ടിയിട്ടൊക്കെ ക്യാൻസലായി പോയത്. അപ്പൊ ആ വർഷം കിട്ടിയാൽ കിട്ടി, നമ്മൾ ആദ്യം എല്ലാവരും വിളിച്ച് പറയുന്നതിന്റെ മുമ്പേ അള്ളാഹുവിന് ശുക്ർ ചെയ്യാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു വിവാഹ പ്രപ്പോസൽ അല്ലെ, കുറേ പെണ്ണ് നോക്കി, കുറേ പുതിയാപ്പിള നോക്കി, കല്യാണം നടക്കുന്നില്ല, അപ്പൊ കല്യാണം തീരുമാനിച്ചെന്ന് ഉറപ്പായാൽ ആദ്യം ശുക്ർ ചെയ്യേണ്ടത് അള്ളാഹുവിനാണ്. എന്നിട്ടാണ് ഗൾഫിലുള്ള മോളെയൊക്കെ വിളിച്ച് പറയേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ഒരു ഗൾഫിലൊക്കെ ഒരു വിസ കിട്ടിയാൽ, വിസക്ക് വേണ്ടി കുറെ ട്രൈ ചെയ്ത് നടക്കുന്നില്ല അല്ലെ, പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ശുക്രിന്റെ സുജൂദ് ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിൽ നല്ല റാങ്ക് കിട്ടിയല്ലേ, നല്ല കോളേജിൽ സീറ്റ് കിട്ടി അല്ലെ, അതൊക്കെ നമ്മൾ കുറെ ദുആ ചെയ്തിട്ടുണ്ടാകും, ബട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹിനെ വലിയൊരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറെ മാസങ്ങളായി ജോലി ഇല്ലാണ്ട് അലയുന്ന കുട്ടികൾക്ക് ഒരു ജോലി, ഒരു IT കമ്പനിയിലോ അല്ലെങ്കിൽ ഗൾഫിൽ ജോലി ഇല്ലാണ്ട് ഓരോരുത്തരുടെ റൂമിലൊക്കെ നിന്ന് കഴിയുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഓലോടും പറയാ, നിങ്ങളും സുജൂദ് ചെയ്യാ അല്ലെ. അല്ലെങ്കിൽ ഖുർആൻ ഹിഫ്ള് പഠിച്ചാൽ അല്ലെ, ഈ ഹാഫിളായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യാം. അല്ലെങ്കിൽ വീടിന്റെ പണി നടക്കുന്നു, പൈസ കയ്യിലില്ലാത്തതിന്റെ പേരിൽ പണി നിർത്തി വെക്കുന്നു, പെട്ടെന്ന് കുറച്ച് ലക്ഷങ്ങൾ ഒരു ബന്ധു ആരോ കടം തന്നു, നിങ്ങൾ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ട് തന്നാൽ മതി, അപ്പൊ ആരെങ്കിലും ഒക്കെ പൈസ തരുമല്ലോ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് കയ്യിൽ വന്നാലേ ആ പണി തീർത്ത് നമുക്ക് കൂടാലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടാവും അല്ലെ. അപ്പൊ സുജൂദ് കിടന്നിട്ട് ശുക്രിന്റെ സുജൂദും ചെയ്യാ, വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യാം. പിന്നെ എവിടെങ്കിലൊക്കെ യാത്ര പെടുമ്പോ, അതുപോലെ വലിയൊരു ആക്സിഡന്റോ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അല്ലെ, അല്ലെങ്കിൽ ഇപ്പോ
പിന്നെ അങ്ങനത്തെ ഒക്കെ അവസരത്തിൽ നമുക്ക് ശുക്രന്റെ സുജൂദ് ചെയ്യാം. പിന്നെ ക്യാൻസർ ആണെന്ന് പേടിച്ചു അല്ലേ, വല്ലാതെ ബേജാറ്, ക്യാൻസറിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ഡയഗ്നോസിന് കൊണ്ട് അയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നെഗറ്റീവ് റിസൾട്ടാണ്, നിങ്ങൾ പേടിക്കേണ്ട, പിന്നെ രോഗം അതൊന്നും അല്ല എന്ന് പറഞ്ഞ അങ്ങനത്തെ അവസരത്തിൽ നമുക്ക് ചെയ്യാം. അതായത് പ്രൊഫൗണ്ട് റിലീഫിലെ സെക്കൻഡ് ലൈഫ്, രണ്ടാമത് ജീവിതം തിരിച്ചു കിട്ടുന്നവരെ അവർക്ക് ഒരു രണ്ടാമത്തെ ഒരു ജീവിതമാണ്, വീട്ടുകാർക്കും അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഡയാലിസ് വേണമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര ക്രിയാറ്റിനൊക്കെ കൂടി ഒരുമാലായി നിൽക്കുന്ന അവസരത്തിൽ ഏതെങ്കിലും ഡോക്ടർ പറയാം ഡയാലിസ് വേണ്ട, ഡയാലിസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേറെ എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ. അത്തരം അവസരങ്ങളിലും നമുക്ക് ഇപ്രകാരം സുജൂദ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും സുഖടിനൊക്കെ ഒരുപാട് പൈസന്റെ ഓപ്പറേഷൻ വേണം, ലക്ഷങ്ങൾ മുടക്കണം, അതിന് ആരുമില്ല, പണം ചെലവഴിക്കാൻ എന്നൊക്കെ ഉള്ള അവസരത്തിൽ പെട്ടെന്ന് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് പറയാതെ നെഗറ്റീവ് റിസൾട്ടാണ്, ഓപ്പറേഷന്റെ ആവശ്യമില്ല, എന്തെങ്കിലും പാരലൽ ട്രീറ്റ്മെന്റ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞാലും നമുക്ക് പറയാം അല്ലേ. ഇത് സെക്കൻഡ് ചാൻസ് ടു ദ ലൈഫിലെ ജീവിതത്തിലേക്കുള്ള രണ്ടാമത്തെ ഒരു ചാൻസ് ആണ്. പിന്നെ ഒരു ഡെലിവറി, അതായത് പ്രസവം നടന്നാലും ഒക്കെ സിസേറിയൻ ആയിരിക്കാം അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിരിക്കാം, രണ്ടായാലും പ്രസവിച്ച ഉടനെ നമുക്ക് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ കാറ് വാങ്ങുക, അല്ലെങ്കിൽ സ്കൂട്ടർ വാങ്ങുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ വാങ്ങുമല്ലോ അല്ലേ. കുറെ ആയിട്ട് ആഗ്രഹിച്ച് നടന്നിട്ട് ചിലപ്പോൾ ആ ബ്രാൻഡ് കാറൊന്നും ആവില്ല നമ്മൾ വിചാരിച്ചു, എന്നാലും കിട്ടിയ ബ്രാൻഡിന് നമ്മൾ സ്തുതികൾ അർപ്പിക്കുക. അതുപോലെ സാധനം വിറ്റ് പോയാലോ, ചിലപ്പോൾ വീടോ കാറോ എന്തെങ്കിലും പ്രോപ്പർട്ടി ഒക്കെ നമ്മളെ കയ്യിൽ വിൽക്കാൻ വെച്ചതുണ്ടാവും അല്ലെ, അത് വിറ്റ് പോയാലും ചെയ്യാം അല്ലെ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളെ ഒരു വീട് വയനാട്ടിലുണ്ടെന്ന് വിചാരിക്കുക, സമീപത്തുള്ള വീടുകളൊക്കെ ഒലിച്ചു പോയി, നമ്മുടെ ബന്ധുവിന്റെ വീട് മാത്രം ബാക്കിയായി, എപ്പോഴും നമുക്ക് ശുക്രിന്റെ നമുക്ക് ചെയ്യണം, അവരും ചെയ്യണം അല്ലേ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, അള്ളാഹു ആ വീട് മാത്രം രക്ഷിച്ചല്ലോ എന്നുള്ളത്. കാരണം അവരെ വീട് പോയാലും നമുക്കും നമ്മളെ വീട്ടിൽ പാർക്കുമ്പോൾ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ കുട്ടിയൊക്കെ A+ കിട്ടിയാൽ ഫുള്ള് A+ ആവുമ്പോഴും അല്ലെങ്കിലും പരീക്ഷയിൽ പാസ്സായാലും അങ്ങനെയുള്ള പ്രശ്നത്തിലൊക്കെ ഇതാക്കാം അല്ലേ. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് പൊഴിഞ്ഞ ഫൈറ്റ് നടക്കുന്നു. ഇത് ഇല്ലാ ഇസ്ലാഹ മസ്തത്താത്ത്, നമുക്ക് കഴിയാവുന്ന അത്ര അതായത് ഇസ്ലാഹ വിചാരിച്ചിട്ട് നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നാവുന്നില്ല, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെ. മുപ്പര് ചങ്ങായി ഒരു നൂലിന് സൂചിക്കും വിടവില്ല അല്ലെ. അങ്ങനെയും പ്രശ്നങ്ങൾ ഗുരുതരായിരിക്കുമ്പോൾ ഒരു വലിയ നാട്ടിലെ ഒരു പ്രമാണി വന്ന് ഇടപെട്ട് അയാൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്ത് ഇനി മേലാലും അത് പ്രശ്നമൊന്നും ഉണ്ടാവരുത്, ഇനി ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ചോളി, ഞാൻ ഉണ്ടാവും നിങ്ങളെ നടുവിൽ എന്നൊക്കെ പറയുമ്പോൾ അയാൾക്കൊരു പേടി വന്ന് അങ്ങനെ അത് നല്ല രീതിയിൽ ക്ലോസ് ആകുമ്പോൾ നമുക്കില്ലേ അജാലിന ബൈനക്കും മബദ്ധത്തും റഹ്മ, അവർക്ക് രണ്ടാർക്കും ഇടയിൽ ഒരു മബദ്ധത്തും റഹ്മത്തും ഉണ്ടാക്കി. അല്ലെങ്കിൽ അതുവരെ ചങ്ങായിനെ പിന്നെ എന്താ പറയാ കൗൺസിലിങ്ങിനൊന്നും വിളിച്ചാൽ വരൂല, അങ്ങനെ ഇയാള് നിർബന്ധിച്ച് ഇയാള് തന്നെ ബുക്ക് ചെയ്തിട്ട് ഒരു കൗൺസിലറൊക്കെ അയച്ചിട്ട് കൗൺസിലർ ഭാര്യ പെരുമാറുന്ന കുറ്റങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ കുറ്റങ്ങൾ എന്ന രീതിയിലല്ല, പിന്നെ എന്താ പറയാ ബെറ്റർ ടു ലൈഫ്, ജീവിതം നന്നാവാനുള്ള ചില മെത്തേഡ്സ് ഒക്കെ അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അതോടുകൂടി ആ മനുഷ്യൻ നന്നാവുകയും ചെയ്തു. അപ്പൊ അതൊക്കെ നല്ല നല്ല മധ്യസ്ഥന്മാരെ കിട്ടാത്ത നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ക്ഷാമുള്ള ഒരേ ഒരു വസ്തുവാണ് നല്ല ആണുങ്ങളായിട്ടുള്ള മധ്യസ്ഥന്മാർ. പെണ്ണുങ്ങൾക്ക് അധികം സംസാരിക്കാൻ അറിഞ്ഞിട്ടും കാര്യമില്ല, ഡിവോഴ്സി പ്രോബ്ലത്തിലൊന്നും പെണ്ണുങ്ങൾ ഇടപെടാൻ പറ്റാത്തൊരു രീതിയിലാണല്ലോ അവിടെ ഇസ്ലാമിക സമൂഹം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ നല്ലൊരു മധ്യസ്ഥനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യം തന്നെ. പ്രശ്നം സൊല്യൂഷൻ ആയാലും ഭാഗ്യം, വീണ്ടും അവൻ ആ രീതിയിൽ പിന്നെ കളിക്കാൻ പേടി ഉണ്ടാവും, കാരണം മധ്യസ്ഥന്റെ ഇടപാടുണ്ടാകുമല്ലോ എന്നുള്ള അതാണ്. സമൂഹത്തിലെ മാന്യന്മാരായ ഉന്നത വ്യക്തികൾ കൈയിട്ടാൽ അവർക്ക് ലക്ഷ്യ പേടി ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു അൺഎക്സ്പെക്റ്റഡ് വേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി, കൗൺസിലറെ കണ്ടു, ലൈഫ് നന്നായി, കുട്ടികൾക്ക് ചെലവിന് കൊടുത്തു, ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാതെ ഇനിയിപ്പോ ഏത് രീതിയിൽ കണക്ക് നന്നായാലും നമുക്ക് അങ്ങനെ പറയാം അല്ലെ. ഇപ്പൊ മനസ്സിലായില്ലേ ശുക്ർ എന്ന് പറയുന്നത് എന്തിനല്ല, എന്തൊക്കെ ശുക്രിന്റെ സുജൂദ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് മനസ്സിലായി. ഒരൊറ്റ സുജൂദാണ്, പിന്നെ സലാമും സലാത്തും തശഹുദും ഒന്നും വേണ്ട, അല്ലാഹു അക്ബർ പറയണമെന്നില്ല, കൈവില നിർബന്ധമില്ല, വുളു നിർബന്ധമില്ല, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ യഥാർത്ഥത്തിൽ ശുക്ർ എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുഫർ, അതായത് നന്ദി കേട്, അതായത് കാഫിർ. അപ്പൊ ശുക്ർ ചെയ്യുന്നവരെല്ലാം വിശ്വാസികളായിരിക്കും, മോമിനുകളായിരിക്കൂലേ. നല്ല ശുക്ർ അവരുടെ രക്തത്തിൽ ഒലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ശുക്ർ.
അപ്പോൾ പിന്നെ കുഫർ എന്ന വാക്കിന്റെ അർത്ഥം നന്ദികേട്, അതായത് അള്ളാഹുവിനോടായാലും ജനങ്ങളോടായാലും ഒക്കെ ഒരു തരത്തിലും നന്ദി കാണിക്കാത്തവരാണ്. ചില നമ്മുടെ ഒരു അയൽവാസിയാണെങ്കിൽ പോലും ഒരു നന്ദി കെട്ട മനുഷ്യനാണെങ്കിൽ ആർക്കും അയാളെ ഇഷ്ടമില്ല, അല്ലെ? എന്ത് സുഖം കിട്ടിയാലും സന്തോഷം കിട്ടിയാലും നമ്മളൊക്കെ ജസാക്കുമുല്ലാഹു ഖൈറൻ പറയാറുണ്ടല്ലേ? അത് ചെയ്തു തന്ന ആൾക്കും പറയും, അള്ളാഹുവിന് നേരിട്ട് സുജൂദ് ചെയ്യും. ഇന്നല്ലാഹു ഗഫൂറു ഷക്കൂറുൻ, അള്ളാഹു സുബ്ഹാനഹു തആല ഏറെ പൊറുക്കുന്നവനുമാണ് നന്ദിയുള്ളവനുമാണ്, അല്ലേ? അള്ളാഹു നമ്മളോട് എങ്ങനെ നന്ദി കാണിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കെല്ലാം അള്ളാഹു അതിന്റെ പ്രതിഫലവും അതിനേക്കാൾ ഇരട്ടി പ്രതിഫലവും നൽകിയിട്ടാണ് നമ്മളെ അള്ളാഹു ആ രീതിയിൽ രക്ഷിക്കുന്നത്, അല്ലെ? അപ്പൊ അള്ളാഹിന്റെ നന്ദി അങ്ങനെ ശരിക്കും ആക്ച്വലി നമ്മക്ക് അള്ളാഹ് നന്ദി കാണിക്കണോ? നോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. കാരണം അതിന് മാത്രം അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്, അല്ലെ? ഭൂമിയിലുള്ള ഒരു ഇല പോലും നമുക്ക് വേണ്ടിയിട്ടല്ലാണ്ട് അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലാണ്ട്. എന്നിട്ട് പോലും അള്ളാഹു നമ്മൾ എന്തെങ്കിലും ചെയ്താല് അള്ളാഹു നമുക്ക് പകരം ചെയ്യും. അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ് ഷുക്കൂർ എന്നുള്ളത്, അല്ലെ? ഇന്നല്ലാഹ യുഹിബ്ബു ഷാക്കിരീൻ, അള്ളാഹു നന്ദിയുള്ള അടിയാന്മാരെ ഇഷ്ടപ്പെടുന്നു എന്നാ പറയുന്നത്, അല്ലെ? അത് അവർ മുത്തഖീങ്ങളിൽപ്പെട്ടവരാണ്, മോമിനുകളിൽപ്പെട്ടവരാണ്. അവർക്ക് മാത്രമേ അങ്ങനെ നന്ദി ചെയ്യാൻ പാടുള്ളൂ. മനുഷ്യരുടെ കൂട്ടത്തിൽ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് തന്നെ, അല്ല, സത്യവിശ്വാസികളെ പോലെ നന്ദി ചെയ്യുന്നവരും വളരെ കുറവാണ്, അല്ലെ? അള്ളാഹുവിനോടായാലും ജനങ്ങളോടായാലും നന്ദി കാണിക്കുന്നവരും വളരെ കുറവാണ്. പക്ഷെ നന്ദി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു ഷാക്കിരീൻ, അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇതുവരെയുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും നന്ദി സൂചകമായി എന്തെങ്കിലും ലഭിച്ചാൽ നമുക്ക് നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. നന്ദി കാണിക്കാൻ സ്പോട്ടിൽ വെച്ച് തന്നെ നന്ദി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അതായത് കഴിഞ്ഞ വർഷം ഞങ്ങള് റമദാനിലെ ഉംറക്ക് പോയിട്ട്, ഉംറ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ട്, ലൈറ്റ് കളർ ബാഗാണ്, കാണൂല, ലൈറ്റ് ആഷ് കളർ. അപ്പൊ ഞാൻ എല്ലാ സാധനവും അതിലിട്ടിട്ട് കൊണ്ടെടുക്കല, പൈസയും ഫോണും എല്ലാം. പിന്നെ ഞാൻ റൂമിൽ വെച്ച് റൂമൊന്നും മിസ്സാവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫുള്ള് പൈസയുണ്ട്, പോയ ഉടനായതുകൊണ്ട് ഒന്നിനും എടുത്തിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അവിടുന്ന് ആട്ടിപ്പായിപ്പിച്ചു, വേറെ രണ്ടാമത്തെ സ്ഥലത്തിരുന്ന് അവിടുന്ന് പോയി, മൂന്നാമത്തെ സ്ഥലത്ത് പോയിരുന്നു. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ സിസ്റ്റർ മകളുണ്ടായിരുന്നു, അല്ല നാത്തൂൻ്റെ. അപ്പൊ അവരുടെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ അമ്മ ചോദിച്ചു, മോളെ അമ്മായിന്റെ ബാഗ് അവിടെ? അമ്മായിക്ക് ഞാൻ ആദ്യം തന്നല്ലോ. ശരിയാണ്, ഞാനതൊരു പുലർച്ചെ സമയത്തായിരുന്നു ഹറമിലെത്തുന്നത്, തഹജ്ജുദിന്റെ സമയത്ത്. അപ്പൊ ഹറമ് കാണുന്ന ഒരു നല്ലൊരു ലൊക്കേഷൻ കിട്ടിയപ്പോ അവിടെ നിന്നിട്ട് ഞാൻ ഈ ഫോണിൽ കുറെ ദുആകൾ ആർക്കല്ലോ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു, അവിടെ നിന്ന് മതിമറന്ന് ദുആ ചെയ്തപ്പോ ഈ ബാഗ് എന്ത് പഠിച്ചൊരു ബാരിക്കേഡ് ഉണ്ടാവില്ല, വെള്ള നിറത്തിലുള്ള, അതിൻ്റെ ഉള്ളിൽ കൂടെ ഊർന്ന് വീണ്. ഞാൻ കണ്ടിട്ടില്ല. അതും കഴിഞ്ഞ് 2 or 3 സ്ഥലം ഞാൻ മാറിയപ്പോഴാണ് എനിക്ക് ബാഗിന്റെ കാര്യം ഓർമ്മ, ഇതുപോലെ കയ്യിലാണല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ ഞാൻ ആ ബാഗ് അന്വേഷിച്ച് ചെന്നപ്പോ അയാൾ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ആരും കാണൂല, അതുപോലെ എൻ്റെ ബാഗ് അവിടെ മെല്ലെ വീണ് കിടക്കുന്നു, ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട്. ഇത് കിട്ടിയപാട് ഞാൻ ശുക്രിന്റെ സുജൂദ്. അയാളുണ്ട് ചോദിക്കുന്നത്, നിങ്ങളതാണെന്ന് എന്ത് തെളിവാന്നൊക്കെ അറബിയിൽ അയാൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ഇത് കിട്ടിയ ഉടനെ ഞാൻ സുജൂദിലേക്ക് അങ്ങ് വീണുപോയതാ. അപ്പൊ ആ ബാഗ് ഞാൻ പോയിട്ടുണ്ടായ ഉംറ തന്നെ ശരിയാവില്ല, കാരണം എന്റെ ഫുൾ ക്യാഷ് അതിലാണുള്ളത്, മാത്രമല്ല ഫോണും. പിന്നെ എനിക്ക് ആരുമായിട്ട് ബന്ധപ്പെടാനോ ക്ലാസ് എടുക്കാനോ ക്ലാസ് കേൾക്കാനോ ഒന്നും പറ്റൂല, ഞാൻ എവിടാന്നുള്ളത് കൂട്ടുകാരോട് പറയാനും പറ്റൂല. അപ്പൊ ഞാൻ വിചാരിക്കുക, അൽഹംദുലില്ലാ മാഷാ അല്ലാ, അതങ്ങ് മിസ്സായി പോയെങ്കിൽ എന്തേലും അവസ്ഥ എന്ന് വിചാരിക്കുക. അപ്പൊ അതുപോലെ ഏതൊരവസ്ഥയിലും നമുക്ക് അള്ളാഹുവിനോട് ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ ഉള്ള ഒരു ടെൻഡൻസി വേണം. ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മേലിലെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അനിഷ്കുറിലി വാലിദയ്യ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുവാൻ. സൂറത്തുൽ ലുഖ്മാനിലെ 14ാമത്തെ വചനങ്ങളാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അതുപോലെ നിങ്ങളെ മാതാപിതാക്കളോടും, അല്ലെ? നമ്മളെ മാതാപിതാക്കള് വയസ്സാകുമ്പോൾ പല രീതിയിലും നമ്മൾ ഹെറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും വർത്താനങ്ങളും, ഒരു ഡോക്ടറെ അടുത്ത് പോകലും, വെറുതെ ഓരോന്ന് സംസാരിക്കലും, അങ്ങനെ എന്താ പറയുക, നമ്മളൊരു ദേഷ്യം പിടിപ്പിക്കുന്ന ടോണിലേക്ക് മാറും. വളരെ ക്ഷമയോടുകൂടി അവരെ കൈകാര്യം ചെയ്യേണ്ടതും അവരെ തന്ത്രപൂർവ്വം, അല്ലെ, നല്ല രീതിയിൽ നമുക്ക് കുറച്ചൊരു മുൻകൂട്ടിയിട്ട് ധാരണയോട് കൂടി വേണം അവരോട് പെരുമാറാൻ. അങ്ങനെ ദേഷ്യം പിടിക്കുന്ന അവസരങ്ങൾ ഉണ്ടായാൽ മാക്സിമം അതിൽ നിന്ന് എസ്കേപ്പ് ആവുകയും വേണം, അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, അനിഷ്കുറിലി വലിവാലിദൈക, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കും, അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളും. ഫദ്കുറൂനി അദ്കുറക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുക, നിങ്ങളെ ഞാനും ഓർക്കാം. അതൊരു കണ്ടീഷൻ അല്ല, ഒരു കണ്ടീഷൻ ക്ലോസ് ആണ്.
നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്നോട് നന്ദികേട് കാണിക്കരുത് അല്ലെ. എന്നോട് നന്ദി കാണിക്കുകയും നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കരുത് എന്ന്. അതൊക്കെ നല്ലൊരു ആയത്തുകളാണ്. നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ സത്യവിശ്വാസി, ഒരു മോമിൻ, ഒരു അള്ളാഹുവിന്റെ അടിയാന്മാരായ വിശ്വാസികളായ മലക്കുകൾ, മോമിനുകൾ, സത്യവിശ്വാസികൾ, ഇവരൊക്കെ എപ്പോഴും തന്നെ അള്ളാഹുവിനോട് നന്ദി ചെയ്തുകൊണ്ട് അവരവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് നന്ദി കാണിക്കലും കുഫ്ർ കാണിക്കാതിരിക്കലും. വൈൻ തഷ്കുറു യർലഹൂലക്കും, നിങ്ങൾ അള്ളാഹുവിനോടും ജനങ്ങളോടും രണ്ടു കൂട്ടരോടും നന്ദി കാണിക്കുകയാണെങ്കിൽ എന്താവും സ്ഥിതി എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ തൃപ്തിപ്പെടും അല്ലെ. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും വലൈൻ കഫർത്തും ഇന്ന അസാബി ലശദീദ്. നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലെ നിങ്ങളെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും അല്ലെ. അപ്പൊ നമ്മൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ തന്നെ അള്ളാഹുവിനോട് നന്ദി എപ്പോഴും ഇല്ലേ, അൽഹംദുലില്ലാ, ഭക്ഷണം കഴിഞ്ഞ ഉടനെ നന്ദി പറയും. അത് കൊണ്ടയച്ച് വെച്ചാൽ അന്നേരം ചൊല്ലുന്ന ദുആകളുണ്ട്, ബിസ്മി ചൊല്ലി കഴിക്കുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താക്കും, അള്ളാഹു ലഅസീദന്നക്കും, ഞാൻ തീർച്ചയായിട്ടും അത് വർദ്ധിപ്പിച്ചു തരും. സൂറത്തുൽ ഇബ്രാഹിമിലെ വചനമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അല്ലെ. എത്രത്തോളം നന്ദി കാണിക്കുവോ അത്രത്തോളം അള്ളാഹു തന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ ഒരു സംശയമുണ്ട്, പിന്നെ നമ്മുടെ ദിവസം കിട്ടുന്ന അജബല്ലിൽ അംറിൽ മോമിനീൻ, അതായത് മോമിനുകളുടെ കാര്യത്തിൽ ഭയങ്കര അത്ഭുതമാണ്. ഇൻ അസാബത്തുഹു സറാവു വശക്കറ ഫകാന ഖൈറുൽ ലഹു. അവൻ എന്തെങ്കിലും ഒരു ഹൈറ് കിട്ടിയാൽ അവൻ അത് നല്ലതാണ്. കാരണം ആ സമയത്ത് അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. ഇനി അതല്ല അവൻ എന്തെങ്കിലും ഒരു ഷർറ് പ്രയാസം നേരിട്ടാലോ അപ്പോഴും അവൻ അള്ളാഹുവിനോട് പിന്നെ എന്താക്കും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷർറ് നേരിട്ടാലും അന്നേരം അള്ളാഹുവിലേക്ക് തന്നെയാണ് അവൻ മടങ്ങുക. അതങ്ങനെ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അല്ല അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും അള്ളാഹുവിനോട് നന്ദി പറയുവാൻ വിശ്വാസികൾക്കല്ലാണ്ട് ആർക്കാണ് കഴിയുക അല്ലെ. ഒരിക്കല് ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ പ്രാന്തപ്രദേശത്തിലുള്ള ഒരു തോട്ടത്തിലേക്ക് പുറപ്പെട്ടു അല്ലെ. അവിടെ പ്രവേശിച്ച ശേഷം കിബിലയുടെ ദിശയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ സുജൂദിൽ വീണു. അപ്പൊ വളരെ നേരം സുജൂദിൽ കടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ സഹാബാക്കൾ ഇത് കണ്ട് പേടിച്ചു പോയി. അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയോന്ന് വിചാരിച്ചു അല്ലെ. അപ്പോൾ മൻഹാദ, അപ്പൊ ഒരാള് വന്ന് ഇങ്ങനെ ചോദിച്ചു, നബിയെ ആരാ? അപ്പൊ നബി ചോദിക്കുന്നുണ്ട്, മൻഹാദ, നീ ആരാണ്? അന്നേരം ചോദിച്ചു, അന അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഞാൻ അബ്ദുറഹ്മാൻ ഔഫാണ്. നബിയെ, നിങ്ങൾ എന്താ ഇത്രയും സമയം സുജൂദിൽ കടന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നേരം സുജൂദിൽ ആയിരുന്നതിനാൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ എത്ര സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അനുഗ്രഹം വന്നപ്പോൾ ഇപ്രകാരം സുജൂദിൽ ഒരുപാട് സമയം ദീർഘനേരം സുജൂദ് ചെയ്തത് കൊണ്ടാണ് ഈ അടിമ ഇങ്ങനെ ചോദിക്കാനുള്ള വിധി. ഇത് നമുക്ക് എന്തിനുള്ള തെളിവാണ്? നമുക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയാൽ എത്ര നേരം അള്ളാഹുവിനോട് സുജൂദ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ. അനുഗ്രഹങ്ങൾ കിട്ടിയാലും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാലും പുതിയ അനുഗ്രഹം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം നീങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വളരെ കാലങ്ങളായി പ്രാർത്ഥിച്ചു വന്ന ഒരു കാര്യം നടക്കുമ്പോഴോ ഒക്കെ നമുക്ക് ശുക്റിന്റെ സുജൂദ് ചെയ്യാം. അൽ ഹക്കീം റഹിമഹുല്ല തന്റെ അൽ മുസ്തറദ് എന്ന ഗ്രന്ഥത്തിൽ അബൂ ബക്രയിൽ നിന്ന് റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നു, കാന റസൂലുള്ളാഹി ഇല്ല അതാഹു അംറുൻ യസ്റുഹു ഔ ഉഷിറ ബിഹി ഖമറൻ സാജിദൻ ശുക്രൻ ലില്ലാഹി അസ്സവജൽ. അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത ലഭിക്കുകയോ സന്തോഷകരമായ കാര്യം അറിയിക്കപ്പെടുകയോ ചെയ്താൽ അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ശുക്റിൽ വീഴുമായിരുന്നു. നമുക്കൊരു പുതിയ നിഅമത്ത് ലഭിക്കുമ്പോഴോ ഒരു പ്രയാസം നീങ്ങുമ്പോഴോ ഇപ്രകാരം സുജൂദ് ചെയ്യാം. അതായത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്നു, സൗദി അറേബ്യയുടെ മുൻ ഗ്രാൻഡ് മുഫ്തി പറയുന്നു, അസ്സവാബു അന്നഹ്ലു തഷാറത്തുഹു തഹാറത്തുല്ലി സജദിലി തിലാവത്ത് വലാലി സജദല്ലി ശുക്ർ. അതായത് തിലാവത്തിനും സജദക്കും ശുക്റിനും തഹാറത്തിനും എന്ത് നിർബന്ധമില്ലാന്ന്, ഒളു നിർബന്ധമില്ലാന്ന്. അതായത്
സജദന്റെ സുജൂദ് ചെയ്യാനും ശുക്റിന്റെ സുജൂദിന് വുളു ആവശ്യമില്ല. ഒരു മനുഷ്യൻ വുളു ഇല്ലാത്ത അവസ്ഥയിൽ ഖുർആൻ തിലാവത്ത് ചെയ്യുകയാണെങ്കിൽ അവന് വുളു എടുത്തു വന്ന് തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കേണ്ട കാര്യമില്ല എന്ന് മനസ്സിലായോ? അതിപ്പോ നമ്മൾ വുളു എടുത്ത് ഓതിക്കൊണ്ടിരിക്കുക, ചിലപ്പോൾ നമ്മുടെ വുളു മിസ്സായാലും ഖുർആൻ പാരായണം തുടരാം. അപ്പോൾ നമുക്ക് തിലാവത്തിന്റെ സുജൂദിന്റെ അവസരം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? സുജൂദ് ചെയ്യാം. അത് ഇങ്ങനെ ഒരു അവസരം, നമുക്കൊരു സന്തോഷ വാർത്ത ലഭിച്ചു, അപ്പൊ നമുക്ക് വുളു ഇല്ല, അല്ലെങ്കിൽ നിസ്കാരമൊക്കെ പ്രയർ ഡ്രസ്സൊന്നും കയ്യിലില്ല എന്നാന്ന് വിചാരിച്ച നമുക്കപ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റൂല. ആ അവസരത്തിൽ നമുക്ക് അതൊന്നും കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ സുജൂദ് ചെയ്യാം അല്ലേ? അപ്പം പിന്നെ ഒരു നെക്സ്റ്റ് ഒരു ചോദ്യം, 12ാമത്തെ ചോദ്യം, വീണ്ടും ഒരു സംശയം. നമ്മുടെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വീട്, വായു, വെള്ളം, കേൾവി, കാഴ്ച, നമ്മുടെ ഭംഗിയുള്ള ശരീരം, കുടുംബം, സമ്പത്ത്, സുരക്ഷ ഒക്കെ പറയുന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നന്ദി പറയണ്ടേ? ചിലർ ചോദിക്കും, അങ്ങനാണെങ്കിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടല്ലേ, ബ്ലെസ്സിങ്സ്, ഡെയിലി ബ്ലെസ്സിങ്സിന് ഒരു കണക്കുമില്ല അല്ലെ? ഓക്സിജൻ തരുന്നതിന് തന്നെ അല്ലെ, നമ്മൾ മൂത്രമൊഴിക്കുന്നത്, ടോയ്ലറ്റിൽ പോണതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. ഇതൊക്കെ എന്തെങ്കിലും മെഷീൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു മെഷീൻ ഉണ്ടല്ലോ അല്ലെ, ശോധന നടക്കാത്തവർക്ക് ശോധനന്റെ ബാഗ് വാങ്ങി വെച്ചാൽ അത് ഇടക്കിടക്ക് മാറ്റി കൊടുക്കണം, അത് ക്ലീൻ ചെയ്യാൻ ആള് വേണം. അതല്ല, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ റബ്ബേ. അപ്പൊ അതിനൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളില്ലേ, അതിനൊക്കെ നന്ദി പറയേണ്ടതില്ലേ എന്നൊരു ചോദ്യം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞാ തീരൂല, അത് കണക്കില്ലാത്ത അനുഗ്രഹങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ അനുഗ്രഹങ്ങൾക്കൊന്നും പറയേണ്ടതില്ല, ഡെയിലി ബ്ലെസ്സിങ്സിനൊന്നും പറയേണ്ടതില്ല. നമുക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് കിട്ടുന്ന വലിയ വലിയ കാര്യങ്ങൾക്കാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്. മനസ്സിലായോ? സ്ഥിരമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. അതിനാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അൽഹംദുലില്ലാ പറയുക, ഹൃദയത്തിൽ അള്ളാഹുവിനെ സ്മരിക്കുക, പിന്നെ നോമ്പ് നോൽക്കുന്നു, നിസ്കരിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സദക്ക കൊടുക്കുന്നു. അതൊക്കെ നമ്മുടെ അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അതിനൊന്നും എപ്പോഴും ശുക്റിന്റെ സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതും ചിലർക്ക് സംശയം തോന്നിയേക്കാം അല്ലെ, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളില്ല, നമ്മളെ മക്കളില്ല, നല്ല കയ്യും കാലും ആരോഗ്യവും ബുദ്ധിയും വിവരമൊക്കെ ഉള്ള മക്കളുണ്ടല്ലോ റബ്ബേ, അവർക്കെല്ലാം വേണ്ടി നമ്മൾ സുജൂദ് ചെയ്യണോന്നൊക്കെ. അപ്പൊ മനസ്സിലായില്ല? ഡെയിലി ബ്ലെസ്സിങ്സ്, ദിവസേന ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് നമ്മൾ ശുക്റിന്റെ വായു, വെള്ളം, അതൊക്കെ അതിൽ പെടൂലേ? നമ്മുടെ ഉമ്മ വാപ്പ, അവർക്ക് എന്തൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന അവരാണ് അല്ലെ? വീട് ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ് വീട് അല്ലെ? വീടില്ലാത്തവർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ് ബിലാഹി തൗഫീഖ്. ഈ വിഷയം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് ശേഷം സംസാരിക്കാം.